നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അന്യന്റെ വിയർപ്പ് കൊണ്ട് ഭുജിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് BJP വിരുദ്ധ പാർട്ടികൾ, അവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്ത് അവരെ എംപിമാരാക്കുന്നത് തന്നെ BJPയോടുള്ള എതിർപ്പ് കാരണവും നരേന്ദ്രമോദിയോടുള്ള ശക്തമായിട്ടുള്ള വിയോജിപ്പ് കാരണവുമാണ്. അങ്ങനെയുള്ള എംപിമാരെ വിലയ്ക്ക് വാങ്ങി അവരെ കൃത്യമായി ഒരു ടാഗ് പ്രൈസ് ഇട്ട് അവരെ വിലയ്ക്ക് വാങ്ങി BJPക്ക് വേണ്ടി വോട്ട് ചെയ്യിപ്പിക്കുന്നു. അതിലൂടെ ജനങ്ങളെ, ലക്ഷോപലക്ഷം ജനങ്ങളെ കഴുതകളാക്കി ചാപ്പകുത്തുന്നു. നരേന്ദ്രമോദി തൃണമൂൽ വിമതരെയും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ പക്ഷത്തുള്ള എംപിമാരിൽ ഉദ്ധവ് താക്കറെ എതിർക്കുന്നവരും ഒക്കെ ഇനി ഭയപ്പെടേണ്ട കാര്യമില്ല, അവർക്കെല്ലാം താൻ സംരക്ഷണം ഒരുക്കും എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. മന്ത്രിസഭയെ മുന്നോട്ട് കൊണ്ടുപോകാനും BJPയിൽ വിമതശല്യം രൂപപ്പെടുന്നു എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ഏത് രീതിയിലും 5 കൊല്ലം തയ്ക്കാനും വേണ്ടിയുള്ള നീക്കമാണ്. നമ്മൾ വിചാരിച്ചാൽ തോന്നും മോദി ഇവിടെ 3/2 ഭൂരിപക്ഷം തയ്ക്കാനോ അതല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി നടത്താനോ വേണ്ടിയൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന്. വാസ്തവത്തിൽ അല്ല. അദ്ദേഹം ഇത് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം 5 കൊല്ലവും 2029 വരെ അദ്ദേഹത്തിന് ഭരിക്കണം. എന്നിട്ട് ചരിത്രരേഖകളിൽ പുതിയ റെക്കോർഡ് തിരുത്തി കുറിക്കണം. ഇപ്പോൾ തന്നെ ലോങ്സ്റ്റ് സെർവിങ് പ്രൈം മിനിസ്റ്റർ, എലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ എന്ന റെക്കോർഡിലേക്ക് തുടർച്ചയായി വന്ന വ്യക്തി എന്ന പദവിയിലേക്ക് ഇവിടെ കൃത്യമായി മോദി എത്തിയിരിക്കുന്നു. നമുക്കറിയാം, എലക്ഷൻ ആദ്യമായി രാജ്യത്ത് നടന്നതിന് ശേഷമുള്ള പ്രധാനമന്ത്രിമാരുടെ പദവിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ജവഹർലാൽ നെഹ്റു 1947 തൊട്ട് പ്രധാനമന്ത്രിയായെങ്കിലും അന്ന് എലക്ഷൻ നടന്നിട്ടില്ല എന്നുള്ള കാരണത്താൽ പല കീഴ്വഴക്കങ്ങളുടെയും പേരിൽ മോദിക്ക് ആ പദവി തട്ടിയെടുക്കുക. വാസ്തവത്തിൽ നരേന്ദ്രമോദി ഈ 3ാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ആയത് തന്നെ തെറ്റാണ്. അദ്ദേഹത്തിനെ ജനം തിരസ്കരിച്ചു, അല്ലെങ്കിൽ പ്രത്യേകമായി അദ്ദേഹത്തെ ജനം മൂലക്കിരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെ പപ്പു മോനെന്നും രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന് ശരിയായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ലീഡർ അല്ല എന്നും പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ പ്രാതിനിധ്യം ഉയർന്നു വന്നതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് ഈ കാണുന്ന വലിയ തോതിലുള്ള പ്രതിപക്ഷത്തിൻ്റെ ലോക്സഭ പ്രാതിനിധ്യം എന്നതുകൂടി നമ്മൾ ഓർക്കണം. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ അതിൽ കോൺഗ്രസ് മാത്രം പെടുന്നു എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ്.